അതായത് നിങ്ങൾക്ക് കിട്ടുന്ന 60 മാർക്കിനേക്കാൾ നിങ്ങൾ ഒഴിവാക്കേണ്ട 40 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഈ 40 മാർക്ക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളൊരു ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏകദേശം 40% ബേർഡൻ കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേൾഡ് ഹിസ്റ്ററി നിങ്ങൾക്ക് ടഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓക്കെ, നിങ്ങളത് പഠിക്കേണ്ട. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് മാക്സിമം 2 ക്വസ്റ്റ്യൻസ് വരുമായിരിക്കും. ഈ 40-ൽ 2 ക്വസ്റ്റ്യൻ അത് നിങ്ങൾക്ക് വേണ്ടാന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ടെൻഷൻ നിങ്ങളുടെ കഴിഞ്ഞു. അതല്ലാതെ വേൾഡ് ഹിസ്റ്ററി ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് എക്സാമോട് കയറുന്നത് വരെ നിങ്ങൾക്ക് ആ ടെൻഷൻ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോവില്ല. ഓക്കെ, അപ്പം ഈ കിട്ടാത്ത മാർക്കുകൾ അല്ലെങ്കിൽ ആ ടെൻഷനായിട്ട് കിടക്കുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ മൈൻഡിൽ നിന്ന് ജസ്റ്റ് അങ്ങ് ഒഴിവാക്കുക, റിലാക്സ് ആക്കി വെക്കുക. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് അതാണ്. നിങ്ങൾ ഒഴിവാക്കേണ്ട മാർക്ക് ഏതാണെന്നുള്ളത് ഇപ്പോഴേ നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുക. ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള പ്രയാസമായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഇതെന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള സമയം, നിങ്ങൾക്ക് ഇപ്പോൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇതൊക്കെ കളയുന്ന ചില സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. അതാണ് ഈ പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, എല്ലാ സബ്ജക്റ്റും വെട്ടി കളയാൻ നിൽക്കരുത്. മാക്സിമം ഒരു 2-3 സബ്ജക്റ്റുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ 2 മാർക്കിൻ്റെത് കളയുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്തു, മാറ്റി വെച്ചു. മെയിൻസ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ നന്നായിട്ട് നോക്കാം. മെയിൻസ് ആകുന്ന സമയത്ത് നന്നായിട്ട് നോക്കണം, ഡെഫിനറ്റ്ലി നോക്കണം, റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ആ സമയത്ത് വിട്ട് കളയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ 2 മാർക്ക് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ജോഗ്രഫി, കേരള ജോഗ്രഫി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഒരു 2 മാർക്ക് മാക്സിമം അവിടുന്ന് ചോദിക്കായിരിക്കും. കേരള ജോഗ്രഫി നിങ്ങൾ മാറ്റി വെച്ചു, 2 മാർക്ക് പോയി. ആ സബ്ജക്റ്റ് നിങ്ങൾ നോക്കുന്നേ ഇല്ല. ആ സമയം കൂടെ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി വയ്ക്കുകയാണ്. നിങ്ങളുടെ മൈൻഡ് പീസ് ആവും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവർ 100% സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുന്നത് ഒരു 70 അല്ലെങ്കിൽ 60% സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ബേർഡൻ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഇപ്പം തന്നെ പോയി. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ കട്ട് ഷോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ പേഴ്സണലായിട്ട് സമയമില്ലാത്തവരുടെ കേസാണ് പറയുന്നത്, അല്ലാത്ത ആൾക്കാർ ഫുള്ള് പഠിക്കണം. ഓക്കെ, അപ്പോൾ 2 ഇതുപോലെ അതായത് വൈഡായിട്ട് കിടക്കുന്ന എന്നാൽ അത്രത്തോളം ചോദ്യം വരാത്ത ഇതുപോലെ ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പക്ഷേ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പാടില്ലാത്ത ചില സബ്ജക്റ്റുകളുണ്ട്. ഒന്ന് സിവിക്സ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തേത് കമ്പ്യൂട്ടർ. ഓക്കെ, സോ ഇതൊന്നും നിങ്ങൾ പോയിട്ട് കട്ട് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ സേ ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ്. ഓക്കെ, കാരണം ഈ സബ്ജക്റ്റുകളൊക്കെ പ്രിലിംസിലും മെയിൻസിലും ഓവർലാപ്പ് ചെയ്ത് വരുന്ന സബ്ജക്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ അത് റാങ്ക് മേക്കിംഗ്, കാരണം ബാക്കിയുള്ളവരൊക്കെ കുറച്ചുകൂടെ വെയിറ്റേജ് കൂടുതലാണ്. അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ 5 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നുണ്ട്. ഒരുപാടൊന്നും പഠിക്കാനല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് അവിടുന്ന് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന മാർക്ക് മാത്രമേ ഉള്ളൂ. കാരണം പുതിയ സാധനങ്ങളൊന്നും കമ്പ്യൂട്ടറിൽ ഇൻവെൻറ്റ് ചെയ്ത് ചോദിക്കുന്നില്ല. ഓൾറെഡി ചോദിച്ച സാധനം റിപ്പീറ്റായിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗമൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുള്ളതല്ല. ഒന്നിരുന്ന് നോക്കി കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാലും കമ്പ്യൂട്ടറിലൊക്കെ ആ 5 മാർക്കിൽ 4 മാർക്കൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ബാക്കിയുള്ളത് ഇനിയിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ കേരള ഹിസ്റ്ററി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, മോഡേൺ ഹിസ്റ്ററി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇനി ചില സമയത്ത് ഒരു സബ്ജക്റ്റ് മുഴുവൻ സ്കിപ്പ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ മോഡേൺ ഹിസ്റ്ററിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 4 ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് പക്ക ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്ന ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ആരെങ്കിലും എഴുതിയിട്ടുള്ള ബുക്ക് അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരും. അതല്ലാത്ത ഒരു 2-3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഒന്ന് മഹാത്മാഗാന്ധിയുടെ മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ജനറലായിട്ട് ബ്രിട്ടീഷുകാരുടെ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും. ബാക്കി 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടും വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന 3 ഏരിയാസ് നന്നായിട്ട് പഠിച്ചാൽ മതി, ബാക്കിയുള്ള 2 മാർക്ക് നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഇങ്ങനെ സെലക്റ്റീവായിട്ട് ടു ദ ഫോക്കസ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ടെൻഷന്, ബേർഡൻ ഇതൊക്കെ ഒഴിവാക്കും. വേൾഡ് ഹിസ്റ്ററി 2 മാർക്ക്, ദെൻ വേൾഡ് ജോഗ്രഫിയിൽ അത്യാവശ്യം മാർക്ക് വരാറുണ്ട്. ഒരു 3 മാർക്സൊക്കെ വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ, 3 മാർക്കുകളൊക്കെ 3 വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് വരാറുണ്ട്. വേൾഡ് ജോഗ്രഫി സ്കിപ്പ് ചെയ്യരുത്, അത് പഠിച്ചു വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, അഥവാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, വേൾഡ് ജോഗ്രഫി ഒരു മാക്സിമം ഒരു 3 മാർക്സൊക്കെയാണ് സാധാരണ വരാറുള്ളത്. ഓക്കെ, വേൾഡ് ഹിസ്റ്ററി പറഞ്ഞ പോലെ 2 മാർക്കൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി കണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കൺഫ്യൂഷൻ അങ്ങനെ അത് പഠിച്ചില്ലല്ലോ എന്ന് കരുതിയിട്ട് ടെൻഷൻ ആവേണ്ട നിൽക്കണ്ട. പിന്നെ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു, നാളെ രാവിലെ എഴുന്നേറ്റിട്ട് വേൾഡ് ഹിസ്റ്ററിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ എന്നുള്ളത് വേറൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ ടെൻഷൻ ആവാൻ നിൽക്കരുത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഇന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഫിക്സ് ചെയ്യണം. ഇന്ന് രാത്രി നിങ്ങൾ ഏതെല്ലാം സബ്ജക്റ്റ് നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അവിടുത്തെ സ്കോറും നിങ്ങൾ എഴുതി വെക്കണം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എഴുതി വെക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിക്സ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിക്സ് ടോട്ടലായിട്ട് 10 മാർക്ക് വരുന്നുണ്ട്. എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, ഇതിൽ നിന്ന് 8 മാർക്ക് എനിക്ക് സ്കോർ ചെയ്യണം, അതാണ് നിങ്ങളുടെ ടാർഗറ്റ്. ഓക്കെ, അല്ലാത്തത് നിങ്ങൾ വെട്ടിക്കളഞ്ഞു. ഓക്കെ, അപ്പോൾ 8 മാർക്ക് ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യും, ഏത് രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് കുറച്ചും കൂടെ അവിടെ വരും. ഇതിനടുത്തത് എക്കണോമിക്സ് നിങ്ങൾ എഴുതി വെച്ചു. ഓക്കെ, എക്കണോമിക്സ് 5 മാർക്കിനാണ് ചോദ്യം വരുന്നത്, അതിൽ 3 മാർക്കെങ്കിലും ഞാൻ എന്തായാലും നേടും.
ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു അഡ്വാൻറ്റേജ് മെയിൻസിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ടാർഗറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ഒരു ഫോക്കസ് കിട്ടും. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഏത് തരത്തിൽ നോക്കണം? യെസ്, കറണ്ട് അഫയേഴ്സ് ഏത് രൂപത്തിലാണ് നോക്കേണ്ടത് ഞാൻ പറഞ്ഞു. സിമ്പിളായിട്ട് പറഞ്ഞത് കറണ്ട് അഫയേഴ്സ് നോക്കേണ്ടതെന്നാണ്. ഓക്കെ, യെസ്. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ എക്കണോമിക്സ് ഈ മാർക്ക് എനിക്ക് കിട്ടണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എത്ര മാർക്ക് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്ന് സ്കോർ ചെയ്യണം എന്നുള്ളത്. എന്നിട്ടായിരിക്കണം നിങ്ങൾ രണ്ടാമത് ചിന്തിക്കേണ്ടത് ഇത് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് ഏരിയ ഏത് മേഖല ഞാൻ പഠിക്കണം എന്നുള്ളത്. അപ്പോഴേ നിങ്ങളുടെ പഠനം കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് മാറുള്ളൂ. നിങ്ങളുടെ പഠനം സിസ്റ്റമാറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് കൃത്യമായിരിക്കണം. ഓരോ സബ്ജക്റ്റിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. സിലബസ് എടുത്തു വയ്ക്കുക, അതിൽ മൊത്തം ഇത്ര മാർക്കുണ്ട്, അതിൽ എത്ര മാർക്ക് ഞാൻ നേടും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യം വരുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ മാർക്ക് സെറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 10 ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് 8 നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾ കോൺഫിഡൻ്റ് ആയി. എക്സാമിനേഷനിൽ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും. 40+ മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് 50+ ആണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതിനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. എക്സാമിനേഷൻ ഹാളിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ടാർഗറ്റ്, ചില ആൾക്കാർ 60+ വെക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി അതല്ല ഇപ്പോൾ നാഷണൽ സേവിങ്സ് അസിസ്റ്റൻറ്റ് ഡയറക്ടറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 70+ മാർക്ക് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഓരോ സബ്ജക്റ്റിന് എവിടുന്ന് സ്കോർ ചെയ്യണം എന്നുള്ളത് നോക്കണം. മൊത്തം പേപ്പറിൽ നിന്ന് എവിടുന്നേലും ഞാൻ 70 ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. എവിടെ നിന്നാണ് നിങ്ങളത് ഉണ്ടാക്കാൻ പോകുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പഠനം നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, സോ സാധാരണ നമ്മൾ ആ CAD മൂസയിലെ ഒരു സീൻ വരുന്നുണ്ടല്ലോ, ഫ്ലാറ്റ് ഒഴിപ്പിക്കുന്ന സമയത്ത്. ഓക്കെ, എല്ലാം എടുക്കുന്നുണ്ട്, അവസാനം കുട്ടീനെ എടുക്കാൻ മറന്നു പോകുന്നത്. അതുപോലെ ആവരുത്. എന്താണ് എടുക്കുന്നത്, എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓരോ സബ്ജക്റ്റ് എഴുതി വെക്കുക, അവിടെ നിന്ന് എത്ര മാർക്ക് വേണം എന്നുള്ളത് പ്ലാൻ ചെയ്യുക, ആ മാർക്ക് എടുത്ത് വെക്കുക. ഓക്കെ, ആ മാർക്ക് കിട്ടാനുള്ള വഴി മാത്രം നോക്കുക. നിങ്ങൾ നോക്കാത്ത സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടാത്ത മാർക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, PSC ഒരിക്കലും പറഞ്ഞിട്ടില്ല വേൾഡ് ഹിസ്റ്ററി പഠിച്ച ആൾക്കാരെ മാത്രമേ ഞങ്ങൾ എടുക്കുന്നു. PSC പറഞ്ഞിട്ടില്ല. PSC കട്ട് ഓഫ് മാർക്ക് മാത്രമേ നോക്കുകയുള്ളൂ. ഓക്കെ, കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററി ഒന്നും അറിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. മോഡേൺ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയില്ല, ഗാന്ധിജി ആരാ നിങ്ങൾക്ക് അറിയില്ല, കുഴപ്പമില്ല, PSC നിങ്ങളെ എടുക്കും. ഓക്കെ, അപ്പോൾ സിലബസ് പഠിച്ചവരെ അല്ല, കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവരെയാണ് എടുക്കുന്നത്. നിങ്ങൾ നോക്കേണ്ടതും കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. യെസ്, ചില ടോപ്പിക്ക് നിങ്ങൾക്ക് തീരെ നോക്കാത്തത്, നിങ്ങൾ ഇതുവരെ തീരെ നോക്കാത്ത ടോപ്പിക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, പക്ഷേ എന്ന് വെച്ചിട്ട് ഈ മൊത്തം സാധനം എടുത്ത് വെച്ചിട്ട് ഈ സിലബസിൽ 60% ഞാൻ നോക്കാത്തതാണ് വിട്ടുകളയുക എന്ന് പറയാൻ നിൽക്കരുത്. ഓക്കെ, കുറച്ചൊക്കെ പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നോക്കാത്തതോ അങ്ങനെ ചില സബ്ജക്റ്റുകളുണ്ടായിരിക്കും, അത് നിങ്ങൾ വിട്ടേക്കുക, കുഴപ്പമില്ല. ഓക്കെ, മൊത്തം വിട്ട് കളയുന്നത് ഒരിക്കലും 20 മാർക്കിൽ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ട് കളയുകയും ചെയ്യരുത്. മാക്സിമം നിങ്ങൾക്ക് 20 മാർക്കിൻ്റെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്ത് കളയാം. അതിൽ കൂടുതൽ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു 10 മുതൽ 15 ക്വസ്റ്റ്യൻ നിങ്ങളുടേത് തെറ്റും. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ മൊത്തം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നോർമലി ഹ്യൂമൻസ് ആണെന്നുണ്ടെങ്കിൽ 10 മുതൽ 15 ക്വസ്റ്റ്യൻസ് പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടേത് തെറ്റായിട്ട് വരും. ഓക്കെ, ഒട്ടും അറിയാത്ത സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ജോഗ്രഫി സയൻസ് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10 മാർക്ക്. ഓക്കെ, സ്കിപ്പ് ചെയ്തു, ഇറ്റ്സ് ഡൺ. ഓക്കെ, ഇനി അതിനെക്കുറിച്ചിട്ട് കൺസേൺ ആവേണ്ട, സ്കിപ്പ് ചെയ്യും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്തു. പിന്നെ ഈ പറയുന്ന പോലെ ജോഗ്രഫിയുടെ മാരത്തോൺ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ മാരത്തോണൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് അറ്റൻഡ് ചെയ്തിടാം. ഓക്കെ, കുഴപ്പമില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുക, ആ ഇൻഫർമേഷൻ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ.